എല്ലാം ഉണ്ടായിട്ടും ഒരു ജീവിതമില്ലാത്ത അവസ്ഥയിൽ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നിന്റെ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത്. പ്രതീക്ഷിച്ചതൊക്കെ കിട്ടാതാവുമ്പോ നമ്മുടെ ആത്മവിശ്വാസം നമ്മൾ കൈവിട്ടു പോകും പാപ്പിച്ചായ. അത് പാടില്ല. എന്റെ കാര്യം ഓർത്ത് പാപ്പിച്ചായൻ ടെൻഷൻ ആവണ്ട. വിചാരിച്ചതുപോലൊക്കെ നേടിയെടുക്കാനാവൂന്ന് എനിക്കിപ്പോഴും നല്ല കോൺഫിഡൻസ് ഉണ്ട്. ദേ, ഇതുപോലെ ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞു പാപ്പിച്ചായൻ എന്റെ കോൺഫിഡൻസ് കൂടി ഇല്ലാതാക്കരുത്. ആദ്യം അയാൾ നേരിൽ പ്രത്യക്ഷപ്പെടട്ടെ, എന്നിട്ട് ആലോചിക്കാം ബന്ധം ഒഴിയണോ വേണ്ടയോന്നൊക്കെ. ലുക്ക് മിസ്റ്റർ, അലൻ ഇവിടെ ഇല്ലാന്ന് നിങ്ങളോട് എത്ര തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? അയാൾ ഇവിടെ ഇല്ലെന്ന് എത്ര തവണ മാഡം ആവർത്തിച്ചു പറഞ്ഞാലും അത് കള്ളമാണെന്ന് മനസ്സിലായതുകൊണ്ടാ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മാഡം പ്ലീസ്, ഞാൻ അലനെ ഉപദ്രവിക്കാൻ വേണ്ടിയൊന്നല്ല വന്നിരിക്കുന്നത്. അയാളെ അത്യാവശ്യമായി അറിയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അലൻ അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ. അയാളെ കാണാനായി ഞാൻ മാത്രമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. അലനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അയാളുടെ പെങ്ങൾ എന്നോടൊപ്പം ഉണ്ട്. അലൻ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അയാളെ ഒരു നോക്ക് കാണാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ പാവം. ഇവളുടെ സങ്കടം കണ്ടിട്ടാ ഞാൻ ഇവളെ ഒപ്പം കൂട്ടിയത്. ഞങ്ങൾ രണ്ടുപേരും അലനെ ദ്രോഹിക്കാനോ ചതിക്കാനോ ഉദ്ദേശിക്കുന്നവരല്ലെന്ന് അലന് നന്നായിട്ടറിയാം. എന്തുകൊണ്ട് പിന്നെ അയാൾ ഞങ്ങളെ കാണാൻ കൂട്ടാക്കുന്നില്ല? ആന്റി പ്ലീസ്, അനിമോള് കാണാൻ വന്നിട്ടുണ്ടെന്ന് ഇച്ചായനോടൊന്ന് പറഞ്ഞാ മതി. എന്റെ ഇച്ചായൻ എന്നെ കാണാന്ന് ഒരിക്കലും പറയില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഇച്ചായനും കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാന്ന് പറയാ. പ്ലീസ് പ്ലീസ് ആന്റി. അനിമോളെ, ഇച്ചായ, അനിമോളെ, ഇച്ചായ, അനിമോളെ കരയിലടി. നാട്ടില് വന്നിട്ട് ഇത്ര നാളായിട്ട് ഇച്ചായന അനിമോളെ ഒന്ന് കാണാൻ തോന്നിയില്ലല്ലോ. വേണ്ട, എനിക്ക് കാണണ്ട, എന്നോട് മിണ്ടണ്ട. പെണങ്ങല്ലടാ, നിന്നെ കാണാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല മോളെ. ഇച്ചാനത് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാണാൻ വരാതിരുന്നത് മനഃപൂർവ്വ. എന്റെ വരവ് മറ്റു പലർക്കും പ്രശ്നമാവുമെന്ന് അറിയാവുന്നത് കൊണ്ടാ ഒക്കെ രഹസ്യമാക്കി വെച്ചത്. സോറി സണ്ണിച്ച, ഞാൻ വേണ്ട, താൻ അധികം കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഒരു തവണ വന്ന് തോറ്റുപോയപ്പോഴേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ. അടുത്ത തവണ ഉറപ്പായിട്ടും തന്നെ ഈ മാളത്തിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കണമെന്ന്. അതിന് പറ്റിയ ആള് തൻ്റെ ഈ പെങ്ങളുകുട്ടിയാണെന്ന് എനിക്കറിയായിരുന്നു. അതാ ഞാൻ ഇവളെയും കൂട്ടി വന്നത്. സോറി മോനെ, അലന്റെ സേഫ്റ്റിയെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടേ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ. അയ്യോ മാഡം, സോറി ഒന്നും പറയണ്ട. ദേ, ഇവളില്ലായിരുന്നെങ്കിൽ ഇത്തവണയും ഞാൻ നിരാശനായി പോകേണ്ടി വന്നേനെ. വാവേ മോളെ, നിനക്ക് ഈ ആന്റി അറിയോടി? അതെ, ആന്റിയും അലനും ഒക്കെ കുറ്റമേറ്റു പറഞ്ഞ് രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇപ്പൊ പ്രതിസ്ഥാനത്ത് ഞാനാണല്ലോ. അതുകൊണ്ട് ദേ, അലന്റെ പുന്നാര പെങ്ങളോട് എന്റെ വകയിരിക്കട്ടെ ഒരു ബിഗ് സോറി.
അനിയത്തെ കാണണമെന്ന് അലൻ പറഞ്ഞപ്പോഴൊക്കെ അതിൽ അപകടം മനസ്സിലാക്കി ഞാനാ അലനെ വിലക്കിയത്. ഇനിയിപ്പൊ എന്തു പേടിക്കാനാ? നിങ്ങൾ വാ, അകത്തിരിക്കാം. വാ മോളെ, വാ. സത്യം പറഞ്ഞ ഗായത്രിയും കുട്ടി ഞാൻ ആ വീട്ടിലേക്ക് വന്ന് രാത്രി തന്നെ തന്നോട് ഇതൊക്കെ ഞാൻ തുറന്നു പറയാനിരുന്നതാ. പക്ഷേ ബെന്നി സൈന്യം നമുക്ക് ചുറ്റും സംശയങ്ങളോടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാനത് പിന്നത്തേക്ക് മാറ്റിയത്. അന്ന് രാത്രി തന്നെ താൻ അവിടെ സ്ഥലം വിട്ടില്ലേ, അതാ അബദ്ധമായത്. ഇച്ചായൻ പോയി കുറെ നാൾ കഴിഞ്ഞപ്പോ സണ്ണിച്ചായൻ ഒരിക്കൽ വീട്ടിൽ വന്നിരുന്നു. അപ്പോഴാ ഞാൻ ഈ വിവരം അറിഞ്ഞത്. പക്ഷേ ഇച്ചായൻ എവിടെയെന്ന് അറിയാത്തതുകൊണ്ട് എനിക്ക് ഈ വിവരമൊന്നും ഇച്ചായനോട് പറയാൻ പറ്റിയില്ല. ഗായത്രി ഇപ്പൊ എവിടെയുണ്ട് സണ്ണിച്ച? അവളുടെ ആന്റി വന്നാണ് അന്ന് കൂട്ടിക്കൊണ്ടുപോയത്. അവരുടെ കൂടെ തന്നെയാവും അവളും. അറിഞ്ഞിടത്തോളം ആ സ്ത്രീ ആളത്ര ശരിയല്ല. പണ്ട് ചേച്ചി അനിയത്തിയും ആ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട കാര്യമൊക്കെ ഗൗരി എന്നോട് പറഞ്ഞിരുന്നു. അതൊക്കെ സത്യമാണ് സണ്ണിച്ച. ആ അങ്കിളൊരു പാവാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ അവരുടെ തന്നെ നിയന്ത്രണത്തിലാ. ഗായത്രിയെ അവർ വന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയാണെന്നുള്ള കാര്യം ഉറപ്പാ. അതെനിക്കും അറിയാം. അവിടുത്തെ നീക്കങ്ങൾ അറിയാൻ ഞാൻ സുരേന്ദ്രൻ അങ്കിളിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പുള്ളി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവരുടെ ലക്ഷ്യം ഗായത്രിക്കും ഗൗരിക്കും കോടതി വിധിയിലൂടെ കിട്ടിയ സ്വത്ത് തന്നെയാണ്. ഗൗരി ഒരിക്കലും അവരുടെ പക്ഷത്തേക്ക് വളയില്ലെന്ന് അവർക്കറിയാം. അതാണ് ഗായത്രിയിലൂടെ അവരൊരു ശ്രമം നടത്തിയത്. ഒരു പരിധിവരെ അവരതിൽ വിജയിക്കുകയും ചെയ്തു. അതൊക്കെ പോട്ടെ, എന്നതാ ഇനി അലന്റെ പരിപാടി? ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. മോളെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും അത്ര പെട്ടെന്ന് തീർന്നതല്ലോ. മാത്രമല്ല ഗായത്രിയുടെ പെർമിഷനും വേണ്ടേ? അതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല അലൻ. അത് മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ അകന്നു മാറി കഴിയേണ്ടവരുമല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സണ്ണിച്ച? എൻ്റെ കുഞ്ഞിനെ പോലും ഇഷ്ടപ്പെടാൻ കഴിയാത്ത ഗായത്രിക്ക് എങ്ങനെയാ ഇനി എന്നെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നേ? അതത്ര എളുപ്പമല്ലെന്ന് എനിക്കും അറിയാം. അതിന് ഗായത്രി നമുക്ക് തെറ്റു പറയാനൊന്നും പറ്റില്ല. അവളുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. എന്നുവെച്ച് പ്രതീക്ഷ കൈവിടാൻ ഞങ്ങൾ ഒരുക്കമല്ല. നിങ്ങൾ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങൾ കുറച്ചു പേരുണ്ട്. അതിനുള്ള ശ്രമവും ഞങ്ങൾ പല വഴിക്കും നടത്തുന്നുണ്ട്. ഇച്ചായൻ ഞങ്ങളെ വിട്ട് ഇനി എങ്ങോട്ടും പോവരുത്. ഗായത്രി ചേച്ചിയും മോളുമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവണം. ഒക്കെ ശരിയാവും ഇച്ചായ. പ്രതീക്ഷ കൈവിടരുത്. മടങ്ങിപ്പോകുന്ന കാര്യം തൽക്കാലം ആലോചിക്കണ്ട. കുറച്ചു കാലം കൂടി ഈ അജ്ഞാതവാസം ഇങ്ങനെ തുടരട്ടെ. ബാക്കിയൊക്കെ അതിന്റെ സമയം പോലെ ഞാൻ അറിയിച്ചോളാം. പോവാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ജോസൂട്ടിക്ക് വയ്യാത്തതല്ലേ. അനിതയെ നേരത്തെ വീട്ടിലെത്തിക്കണം. അതിനു മുമ്പ് ഒരാളെ കൂടി കാണാനുണ്ട്. അനിമോളെ, ഒരുപാട് സന്തോഷമായി ഇച്ചായ. ഇച്ചായനെയും കുഞ്ഞിനെയും ഒന്നിച്ച് കാണാനായല്ലോ. ആന്റിയോട് പോയിന്ന് പറയണേ. മോൾ ഉറങ്ങിക്കാണും. ഞാൻ ആന്റിയെ വിളിക്കാം. വേണ്ട. അപ്പച്ചനോടും അമ്മച്ചോടൊന്നും പറയണ്ട തൽക്കാലം. ശരി. എന്നാ ശരി, ഇറങ്ങട്ടെ. ശരി. സത്യമാണോ സണ്ണി തനി പറയുന്നത്? ആ കുഞ്ഞിപ്പോ അലന്റെ കയ്യിൽ തന്നെയാണോ? അതെ, ഞങ്ങളിപ്പോ അത് നേരിക്കണ്ട് ബോധ്യപ്പെട്ടിട്ടല്ലേ വരുന്നത്. ഇനി അങ്കിളിനെ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ഞാൻ പറയാം. അലൻ മടങ്ങിയെത്തിയ കാര്യവും കുഞ്ഞിപ്പോ അലന്റെ കയ്യിലാണെന്നുള്ള കാര്യവും നമുക്ക് 3 പേർക്ക് മാത്രമേ ഇപ്പോൾ അറിയാവൂ. ഈ വിവരം രഹസ്യമാക്കി വച്ചുകൊണ്ട് തന്നെ ഒരു വലിയ ദൗത്യം നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും. അതിന് അങ്കിളിന്റെ മുഴുവൻ സപ്പോർട്ടും സഹായവും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. സണ്ണി എന്താ ഉദ്ദേശിക്കുന്നത്? അലനും ഗായത്രിയും ഇപ്പോൾ രണ്ടറ്റത്താണ് നിൽക്കുന്നത്. അവർ തമ്മിൽ അങ്ങനെ ആകാനുണ്ടായ സാഹചര്യം എന്നതാണെന്ന് നമുക്കറിയാലോ. സത്യം പറഞ്ഞാൽ അലൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്.
ഗായത്രിക്ക് അലനോടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി അവളെ അലനുമായി ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. താൻ എന്തൊക്കെയാ സണ്ണി പറയുന്നത്? അലനും ഗായത്രിയും തമ്മിൽ ഒന്നിക്കണമെന്നോ? അതെങ്ങനെയാ? എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് താൻ എന്തൊക്കെ മണ്ടത്തരമായി പറയുന്നത്? അലന്റെ കുഞ്ഞായി പോയത് കൊണ്ട് മാത്രം ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ സ്നേഹിക്കാനോ കൂട്ടാക്കാത്തവളാണ് ഗായത്രി. ആ അവളെയാണോ ഇനി അലനുമായി ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതെങ്ങനെയാ സണ്ണിച്ച? നമ്മളെന്നല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നടക്കാത്തൊരു കാര്യമാണത്. അങ്ങനെയൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്കിതിനെ ഒഴിവാക്കാം. പക്ഷേ ആത്മാർത്ഥമായി മനസ്സ് വച്ചാൽ അവരെ ഒരുമിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോഴും നല്ല വിശ്വാസമുണ്ട്. ഒരിക്കൽ അതിനുവേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടവനാ ഞാൻ. പക്ഷേ ഒരു തവണ തോറ്റതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അവരെ സ്നേഹിക്കുന്ന നിങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് വീണ്ടും ഒരു ശ്രമം നടത്താൻ ഞാൻ ഇറങ്ങി തിരിച്ചത്. സണ്ണിച്ചായം പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അങ്കിള് പറയുന്നതിലും കാര്യമില്ലേ? കുഞ്ഞിനെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഗായത്രി ചേച്ചിക്ക് പിന്നെ എങ്ങനെ എന്റെ ഇച്ചായനെ? ഒരാൾക്കൊരാളെ വെറുക്കാനും സ്നേഹിക്കാനും ഒക്കെ അതിൻ്റെതായ കാരണങ്ങളുണ്ടെന്നതേ. ജോസൂട്ടിയുടെ ആദ്യം തോന്നിയ ഇഷ്ടം അടുപ്പൊക്കെ ആയിരുന്നോ അവൻ ആരാണെന്ന് മനസ്സിലായപ്പോ നിനക്ക് തോന്നിയത്? അതുപോലെ തന്നെ അവനോടുള്ള ഇഷ്ടക്കേട് മാറി നീ ഇപ്പോ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയത് പിന്നിലും ഒരു കാരണമില്ലേ? ഗായത്രിയുടെയും അലന്റെയും കാര്യത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ്. അവർ തമ്മിൽ അകലാനുണ്ടായ കാരണങ്ങളും സാഹചര്യങ്ങളും ഗായത്രിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായാൽ ദൈവം പോലും വിചാരിച്ചാൽ നടത്താൻ പറ്റാത്ത കാര്യം, നമ്മളിപ്പോൾ തള്ളിപ്പറഞ്ഞ കാര്യം, നമുക്ക് നിഷ്പ്രയാസം സാധിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഗായത്രിയും അല്ല ഒന്നിക്കുന്നത് വഴി അവരുടെ ജീവിതം മാത്രമല്ല രക്ഷപ്പെടുന്നത്, എന്റെ പെങ്ങളുടേതടക്കം അവരുമായി ചുറ്റിപ്പറ്റി നിന്ന ചിലരുടെയെങ്കിലും ജീവിതത്തിന്റെ ഗതി മാറാൻ അത് സഹായകമാകും. താൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രമിച്ച. പക്ഷെ എങ്ങനെ, എന്തു പറഞ്ഞ് നമ്മൾ അവളെ അലനിലേക്ക് കൊണ്ടുവരും? വഴിയുണ്ട്. ഇപ്പോൾ അവളുമായി ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ അങ്കിളാണ്. ഗായത്രിയുടെ മനസ്സിൽ ആദ്യം ഇടം നേടി കൊടുക്കേണ്ടത് അലനല്ല, നഷ്ടപ്പെട്ടുവെന്ന് അവള് കരുതിയിരിക്കുന്ന അവളുടെ കുഞ്ഞിനാണ്. അതെങ്ങനെ സണ്ണിച്ചായ? ആ കുഞ്ഞിനെ പറ്റി ഗൗരിക്കുള്ള ടെൻഷൻ പോലും അതിനെ പ്രസവിച്ച ഗായത്രി ചേച്ചിക്കില്ല. ഇതുവരെ ആ കുഞ്ഞിനെ നേരെ ചൊവ്വയെന്ന് കണ്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാ? ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് അറിയാമെന്ന് അങ്കിള് രഹസ്യമായി ഗായത്രി അറിയിക്കുക. ഞാനോ? എന്നിട്ട് പറയാം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്കിൾ ഏത് വിധേനയും പ്രായോഗികമാക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് ആ കുഞ്ഞിനെ നീ ആർക്കും വിട്ടുകൊടുക്കരുതെന്നേ ഞാൻ പറയൂ. അതിപ്പോ സ്വത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മോളെ, കാര്യം അവള് നിന്റെ അനിയത്തിയൊക്കെ ആയിരിക്കും. പക്ഷേ അവളുടെ കയ്യിലിരിപ്പ് പുറത്തു പറയാൻ കൊള്ളാത്ത തരത്തിലുള്ളതാ. അങ്ങനെയുള്ള ഒരുത്തിയുടെ കൂടെ ഒരു പെൺകുഞ്ഞ് വളർന്നു വന്നാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അതിനെ അന്വേഷിച്ച് കണ്ടെത്തണം മോളെ. എന്താ മോളൊന്നും പറയാത്തത്? നിനക്ക് നിന്റെ മോളെ കാണണമെന്ന് ആഗ്രഹമില്ലേ? ഓ, അതിനെ ഇവിടെ കൊണ്ടുവരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമെന്നുള്ള പേടിയാണെങ്കിൽ അത് വേണ്ട കേട്ടോ. നിന്റെ മോളെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം പേരക്കുട്ടിയെ പോലെ തന്നെ വളർത്തിക്കോളാം. നസ്രാണി ചെറുക്കൻ ഉണ്ടായതാണെങ്കിലും നിന്റെ ചോരയിൽ പിറന്നതല്ലേ. അപ്പൊ പിന്നെ ഞങ്ങളായിട്ട് അതിനോടൊരു വേർതിരിവ് കാണിക്കാൻ പറ്റുമോ മോളെ? ഇനിയിപ്പോ വിനയൻ അതൊന്നും ഇഷ്ടപ്പെടില്ല എന്നാ നിന്റെ പേടിയെങ്കിൽ അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. ഒക്കെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നീ എന്ന് പറഞ്ഞ അവൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നേ. അത്രക്കിഷ്ടമാ നിന്നെ അവന്. അടുത്ത മകരം 15 വരെ അവന് ചീത്ത സമയാ. പിന്നെ അവന് ശുക്രദശയാ. വരട്ടെ. സമയമൊക്കെ ഒന്ന് മാറി വരുമ്പോ ചില കാര്യങ്ങളൊക്കെ ആന്റിയുടെ മനസ്സിലുണ്ട്. അതൊക്കെ ഞങ്ങൾ നിന്നോട് പിന്നെ പറയാനിരിക്കുവാ. ആന്റി,
നല്ല തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. അയ്യോ, അതെന്ത് പറ്റി മോളെ? തലവേദനയുടെ ടാബ്ലറ്റ് എടുത്തു തരട്ടെ? വേണ്ട, ഒന്ന് കിടന്നാൽ അത് മാറും. എന്നാ മക്കള് പോയി കുറച്ചു നേരം കിടക്ക്. ചെല്ല്. ഓ, ഈ കെട്ടിലമ്മയുടെ വായം തുറന്നാ മുത്തും പഴവും പൊഴിയോ? ആ സ്വത്തൊന്ന് കടലാസിലാക്കി കിട്ടിയിരുന്നെങ്കിൽ ഈ മൂരി ശൃംഗാരി ഞാനൊരു പാഠം പഠിപ്പിച്ചാനെ. മോശം. എന്താ അമ്മ അവളോട് സംസാരിച്ചോ? ഓ, ഇതൊക്കെ അങ്ങനെ എഴുതി പിടിപ്പിക്കുന്ന പോലെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോടാ? നമ്മളും കുറച്ച് ക്ഷമയോടെ വേണം കാര്യങ്ങൾ നീക്കാൻ. ആദ്യം ആ കുഞ്ഞിനെ എവിടെന്നെങ്കിലും തപ്പി പിടിച്ചെടുക്കണം. എന്നിട്ട് അവളെ കൊണ്ട് നമ്മുടെ കസ്റ്റഡിയിൽ അതിനെ വളർത്തണം. അതിന്റെ കാര്യമാണ് ഞാനിപ്പോ അവളുടെ ചെവിയിൽ കോരി ഒഴിച്ചോണ്ടിരുന്നത്. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ഓ, അവളെന്ത് പറയാൻ? അതിനോട് അവക്ക് ഇപ്പോഴും ഒരു താല്പര്യമില്ലാത്ത മട്ട. എന്നാ പിന്നെ അമ്മയായിട്ട് അവളെ നിർബന്ധിക്കാൻ പോകണ്ട. എന്തിനാ വെറുതെ ഒരു കുരിശും കൂടെ ചുമക്കുന്നേ? മണ്ടത്തരം പറയലടാ മോനെ. ആ മരണം അവളുടെ കയ്യിലെത്തിയാലേ സ്വത്തിന്റെ കാര്യത്തിൽ നമുക്ക് അതിനെ വെച്ച് വില പേശാൻ പറ്റൂ. കുഞ്ഞ് അവളുടെ കയ്യിലുണ്ടെങ്കിൽ കോടതി വിട്ടുകൊടുത്ത മേനോന്റെ സ്വത്തിന്റെ 2 ഭാഗം ഇങ്ങ പോരും. ദേ, അതുവരെ അവളുടെ കണ്ണിൽ പൊടിയിട്ട് നിന്നോണം. അവക്കിഷ്ടമില്ലാത്ത ഒന്നും പറയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ദേ, ആവശ്യക്കാര് നമ്മളാ, അതെപ്പോഴും ഓർമ്മ വേണം. അമ്മ പേടിക്കണ്ട, എന്റെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എന്തായാലും ഞാൻ ഈ വിഴുപ്പ് ജീവിതകാലം മുഴുവൻ ചുമക്കണം. അതിന് നമുക്ക് 2 ഭാഗം കിട്ടിയാൽ മതിയോ അമ്മേ? അത് നമ്മുടെ മുതലല്ലേ ആകുന്നുള്ളൂ. അത് ഡീലിൽ ലാഭം ഉണ്ടാവണമെങ്കിൽ 3 നമുക്ക് കിട്ടണ്ടേ? അതെങ്ങനെ സാധിക്കുമെന്നാടാ? ഇത് തന്നെ ആ പെണ്ണ് സമ്മതിക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നീ ആ ബെന്നിച്ചനെയും കൂട്ടി അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ നോക്ക്. നോക്കട്ടെ. കുഞ്ഞിനെ കണ്ടുപിടിക്കാതെ തന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കാം. ദേ, ആക്രാന്തം കാണിച്ച് നീയായിട്ട് ഇനി ഉള്ള കഞ്ഞിൽ പാറ്റിയിടാൻ നോക്കണ്ട, പറഞ്ഞേക്കാം. കേട്ടല്ലോ? ആങ്ങളെ ഒന്ന് നിന്നേ. മൂത്താങ്ങളയ്ക്ക് ഈയിടെയായിട്ട് ഈ അനിയത്തിയുടെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണല്ലോ. എന്നെ പറ്റി? എന്നതാ ഇപ്പൊ എന്നെ ഇങ്ങനെ അങ്ങോട്ട് സ്നേഹിച്ച് നന്നാക്കിയെടുക്കാനുള്ള കാര്യം? നിന്റെ കാര്യത്തിൽ ഈയിടെ ആയിട്ടെന്നല്ല, എനിക്ക് പണ്ടേ നല്ല ശ്രദ്ധയുണ്ടായിരുന്നു പെങ്ങളെ. പക്ഷേ അത് നീ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണെന്ന് മാത്രം. അല്ല, ഇപ്പൊ ഈ ആങ്ങളുടെ സ്നേഹം തിരിച്ചറിയാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്നതാ സംഭവിച്ചേ? ഇയാള് പാപ്പിച്ചായനോട് എനിക്ക് പുതിയൊരു മണവാളനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊക്കെ റെക്കമെൻഡ് ചെയ്തു എന്നൊരു ന്യൂസ് ഞാൻ അറിഞ്ഞു. കേട്ടപ്പോ ഞാനങ്ങ് കോരിത്തരിച്ചു പോയി കേട്ടോ. അത് സത്യമാണോ എന്ന് നേരിട്ടൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ചോദിച്ചതാ. ആ വാർത്തയിൽ ഇതിനും മാത്രം അങ്ങ് കോരിത്തരിക്കാൻ എന്നതാടി മോളെ? ഇപ്പോ നിന്റെ ഈ കഴുത്തി കിടക്കുന്ന മിന്നുകൊണ്ട് നിനക്കോ ലോകത്ത് വേറൊരു മനുഷ്യ ജീവിക്കോ പ്രയോജനമില്ലേല് അതങ്ങോട്ട് അഴിച്ചു മാറ്റി നിനക്ക് ചേരുന്ന ഒരുത്തിനെ കെട്ടണമെന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യമാണോ? ഇതൊക്കെ നാട്ടിൽ സാധാരണ നടക്കാറുള്ള സംഭവങ്ങളല്ലേ? വിവാഹമോചനവും പുനർവിവാഹവും ഒക്കെ നിയമപരമായി അനുവദിച്ചിട്ടുള്ളതുമാണല്ലോ. വേണ്ട, ഇയാൾ എന്നെ നാട്ടു നടപ്പും ഭരണഘടനയൊന്നും പഠിപ്പിക്കാൻ വന്നേക്കണ്ട. സണിച്ചായോ, നമ്മുടെ വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് എന്നതാണെന്നറിയോ? ദൈവമായിട്ട് കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യനായിട്ട് വേർപിരിക്കാൻ നോക്കരുതെന്ന. കർത്താവായിട്ട് കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന എന്റെ കഴുത്തിലെ ഈ മിന്ന് സണ്ണിച്ചായനായിട്ട് പൊട്ടിച്ചു കളയാൻ നോക്കുന്നത് പാപമല്ലയോ? അതുകൊണ്ട് അന്നമ്മച്ചിയുടെ പൊന്നുമോൻ അത്തരം സാഹസത്തിനൊന്നും മുതിർന്നേക്കല്ലേ. ഇടി മോളെ, നിനക്കറിയാൻ വയ്യെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നവരും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒന്നിക്കുമ്പോഴാ അവരെ ദൈവമായിട്ട് കൂട്ടിയോജിപ്പിച്ചതാണെന്ന് നമ്മൾ പറയുള്ളൂ. നിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അങ്ങനെ വല്ലതുമായിരുന്നോടി? വേറൊരു പെണ്ണ് സ്നേഹിക്കുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരുത്തനെ വെറും വാശിയുടെ പുറത്ത്, നിന്റെ പാപ്പിച്ചായന്റെ പണപ്പെട്ടിയുടെ പിൻബലത്തിന്റെ പുറത്ത് നീ തട്ടിപ്പറിച്ചെടുക്കായിരുന്നില്ലേ? അതുകൊണ്ട് നീ എന്നതാടി മോളെ നേടിയത്? എടി,
പണം കൊണ്ട് സ്വർണവും സാരിയും വാങ്ങാം. പക്ഷേ അത് മിന്നും മന്ത്രോടിയൊക്കെ ആകണേല് അതിൽ ദൈവം തമ്പുരാന്റെ അനുഗ്രഹവും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന മനസ്സുകളുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഇല്ലേല് വെറും ഒരു അലങ്കാരമായി ഇതിങ്ങനെ കഴുത്തിക്കെട്ടി നടക്കാവുന്നതേ ഉള്ളൂ. ആഹാ, കൊള്ളാം. അന്നമ്മച്ചിയുടെ പൊന്നുമോന് അരമനയിൽ അച്ഛൻ പട്ടത്തിന് പഠിക്കാനുള്ള സകല യോഗ്യതയുണ്ട്. ഇയാളിപ്പോ പറഞ്ഞ സ്നേഹം പുരട്ടിയ മിന്നായിരിക്കും എന്റെ കെട്ടിയോന്റെ കാമുകിയുടെ കഴുത്തേല് ഇയാള് കെട്ടിക്കൊടുത്തത്. തന്റെ ഉദ്ദേശമൊക്കെ എന്നതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നെ തന്ത്രപൂർവ്വം ഒഴിവാക്കി അവളെയും അയാളെയും തമ്മിൽ ഒന്നിപ്പിക്കണം. അതിനുവേണ്ടി എന്ത് നാണം കെട്ട കളിയും ഇയാൾ കളിക്കുമെന്ന് തെളിയിച്ചതാണല്ലോ. അതൊന്നും ഏശാതെ വന്നപ്പോ പുതിയ അടവുമായി പാപ്പച്ചായന്റെ മനസ്സ് മാറ്റാൻ ചെന്നേക്കുന്നു. ഒരു പെങ്ങള് സ്നേഹവും കൊണ്ട് വന്നിരിക്കുന്നു. ദേ, തന്റെ അമ്മാതിരി തരികട നമ്പറൊന്നും സയനയുടെ പ്ലേറ്റിൽ വിളമ്പാൻ നോക്കല്ലേ. അതൊന്നും ഇങ്ങോട്ട് ഏശില്ല മോനെ. എന്നതാ ഇപ്പൊ അയാൾക്കൊന്നും പറയാനില്ലയോ? പറഞ്ഞിട്ട് പ്രയോജനമില്ലാത്തവരോട് പിന്നെ അതിന് മെനക്കെട്ടിട്ട് എന്നതാ കാര്യം? എന്നാലും കൂടപ്പിറപ്പായതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുക, ഈ ബന്ധം കൊണ്ട് നിനക്കോ ഈ വീട്ടിലുള്ളവർക്കോ എന്നതേലൊരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ സൈന?